യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എന്റെ പുകഴ്ചയല്ലോ. നീ എന്റെ പുകഴ്ചയല്ലോ, അല്ലെങ്കിൽ നീ എന്റെ പ്രത്യാശയല്ലോ. യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, അങ്ങനെ വരുന്ന വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ശക്തനായ ഒരു പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാവ് വലിയ പ്രതിസന്ധിയിലായിപ്പോയി. യിരെമ്യാ പ്രവചനം പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തിനടകിൽ പ്രവചിക്കാൻ എഴുന്നേറ്റ പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. അവരവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. നിങ്ങൾക്ക് അതൊക്കെ വായിക്കണമെങ്കിൽ 38-ാം അധ്യായം ഒന്നെടുത്തേ. യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം ഒന്നെടുത്തേ. 6-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവർ യിരെമ്യാവിനെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കയറുകൊണ്ടായിരുന്നവർ യിരെമ്യാവെ ഇറക്കിയത്. കയറുകൊണ്ട് കുഴിയിലിറക്കി. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണുപോയി. അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ട് കളഞ്ഞു. മതി. ഹല്ലേലൂയ. ഒരു പ്രവാചകൻ സഹിക്കുന്ന ത്യാഗം. എന്നാൽ ആ പ്രവാചകൻ പറയുകയാണ്, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. ആരോഗ്യമുള്ള ശരീരം ഒരു അനുഗ്രഹം തന്നെയാണ്. എന്തോ ആരോഗ്യമുള്ള ഒരു ശരീരം ഒരു അനുഗ്രഹം തന്നെയാണ്. സ്നാനം ജീവിതത്തിൽ ഒരിക്കൽ ഏറ്റാൽ മതി. അത് മുഴുകൽ സ്നാനമായിരിക്കണമെന്ന് മാത്രം. ഹല്ലേലൂയ. രോഗശാന്തി വരം അല്ല രോഗസൗഖ്യം ഒരിക്കൽ പ്രാപിച്ചാൽ പോരാ, പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. എന്തോ ചെയ്യണം? ദൈവസാന്നിധ്യം ഒരിക്കൽ പ്രാപിച്ചാൽ പോരാ, പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ബൈബിൾ ഒരിക്കൽ വായിച്ചാൽ പോരാ, വായിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥന ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഉപവാസം ഒരിക്കൽ ഉപവസിച്ചാൽ പോരാ, ഉപവസിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ എന്തെല്ലാം കുറവ് വന്നാലും ആരോഗ്യത്തിന് മാത്രം ഒരു കുറവും വരരുത്. ഒരാൾ രോഗിയായാൽ അവന് പിന്നങ്ങ് നഷ്ടമാണ്. രോഗിയായാൽ ആദ്യം അവന് വരാൻ പോകുന്ന നഷ്ടം പണനഷ്ടമാണ്. രണ്ടാമത് അവന് നഷ്ടം വരാൻ പോകുന്നത് സമയനഷ്ടമാണ്. മൂന്നാമത് വരാൻ പോകുന്ന നഷ്ടം ഭാവിയുടെ നഷ്ടമാണ്. സ്തോത്രം. അപ്പം മനുഷ്യ ശരീരത്തിൽ പല തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും ദേഹത്ത് എന്തോ ഉണ്ടാ രോഗം. അതിനൊരു കുഴപ്പമില്ല, രോഗം ഉണ്ടായിക്കോട്ടെ. ആ രോഗം നിന്റെ ആരോഗ്യത്തെയും നിന്റെ മൂവ്മെന്റ്സിനെയും നിന്റെ ഫ്യൂച്ചറിനെയും ബാധിക്കാൻ പാടില്ല. ഒരാമയും വരുന്നില്ല. അങ്ങനെയാണെന്ന് ഞാൻ പറയാ, രോഗസൗഖ്യം എന്നും ദൈവമക്കൾ പ്രാപിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് ആരോഗ്യത്തോടെ ഇവിടെ വരാൻ ദൈവം കൃപ തന്നതോർത്ത് കരമുയർത്തിയ ഒരു സ്തോത്രം ചെയ്തേ. ആരോഗ്യമില്ലേ നമ്മളെ എന്തോയിന് കൊള്ളാം. അടുത്തിരിക്കുന്ന ആളെ ചോദിച്ചു, ആരോഗ്യമില്ലേ എന്തോയിന് കൊള്ളാന്ന് ചോദിച്ചു. സത്യത്തിൽ ഒന്ന് ഓർത്ത് നോക്കി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആരോഗ്യമില്ലായിരുന്നു, ഇപ്പോഴും നമ്മൾ പല്ലു പോലും വെക്കത്തില്ല എഴുന്നേറ്റ്. അല്ലേ? ആ കമ്പിളിക്ക് അടിക്ക് കട്ടിലെ ചാരി ഇരുന്നുകൊണ്ട് ഒരു കാപ്പിയും കുടിച്ചു ഒരു വാട്ടർ ബാഗും നെഞ്ചത്ത് വെച്ചോണ്ട് 8 ആയതേ ഉള്ളോ, 9 ആയതേ ഉള്ളോ, 10 ആയതേ ഉള്ളോ. ഈ ദൈവത്തിൻ്റെ സിസ്റ്റം, ഒരു കുഞ്ഞു വയറുവേന വന്നാൽ നീ അവിടെ ഇരുന്ന് പോകും. നീ എത്ര കരോട്ട ബ്ലാക്ക് ബെൽറ്റാന്ന് പറഞ്ഞാലും അവിടെ ഇരിക്കുകയോ. ഒരു വ്യക്തിക്ക് മാത്രമല്ല, സകല മനുഷ്യനും രോഗസൗഖ്യം ആവശ്യമാണ്.